ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് മുന്നോക്കക്കാരുടെ സംവരണം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് രാഷ്ട്രീയങ്ങളുണ്ട്. മറുപടി എന്നോടാണോ? അതെ അതെ. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, രാഹുൽ പറഞ്ഞതിനേക്കാൾ മുട്ടൻ കോമഡി എനിക്ക് എന്ത് ആലോചിക്കുമ്പോഴാണെന്ന് അറിയാം. ചാന്നാർ സമരം ആലോചിക്കുമ്പോൾ, കല്ലമാല സമരം ആലോചിക്കുമ്പോൾ, പഞ്ചമിയുടെ സമരം ആലോചിക്കുമ്പോൾ, മേൽമുണ്ട് സമരം ആലോചിക്കുന്ന സമയത്തൊക്കെ ഓടിപ്പോയ മനുഷ്യന്മാര്, അവരെ പൂർവികരായിട്ടുള്ള മനുഷ്യന്മാർ, അവരൊക്കെ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചിരി ഓരോ സമയത്തും. നീതിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സമരങ്ങളെ, നീതിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സമരങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്, അനീതിക്ക് വേണ്ടിയിട്ടല്ല നീതിക്ക് വേണ്ടി, അപ്പം അപ്പം വളരെ കൃത്യമായിട്ട് ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത് യുവജന കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. യൂത്ത് ആസ് എ കാറ്റഗറി വൾണറബിൾ ആണ്, എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ വൾണറബിൾ ആണ്, യൂത്തിനെതിരെയുള്ള അട്രോസിറ്റീസിന്റെ കാര്യത്തിൽ വൾണറബിൾ ആണ്. വളരെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പ്രകാരമാണ് യൂത്ത് വൾണറബിൾ ആവുന്നത്. ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി സിവിൽ കോടതിയുടെ അധികാരത്തോട് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് കാര്യങ്ങൾക്ക്. ഒന്ന്, ഇത്തരം വിഷയങ്ങൾ സ്പെഷ്യൽ ആയിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, യൂത്ത് എങ്ങനെയാണ് സ്പെഷ്യൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞു, സ്പെഷ്യലായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, സ്പെഷ്യലായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇത്തരം കമ്മീഷനുകൾ ഉള്ളത്. ഈ രണ്ട് പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാലും പുരുഷൻ എന്ന് പറയുന്ന ആൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനകത്ത് അവർക്ക് പരാതിപ്പെടാനും, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനകത്ത് എല്ലാ പുരുഷന്മാർക്കും, വാർദ്ധക്യകാലം വരെയുള്ള പുരുഷന്മാർക്ക് പരാതിപ്പെടാൻ വേണ്ടി സാധിക്കും. അവിടെ യാതൊരു ജെൻഡർ ബയാസും ഇല്ല. പുരുഷൻ എന്ന് പറയുന്ന കാറ്റഗറി, ആസ് എ കാറ്റഗറി, ആസ് എ ക്ലാസ്, അവരനുഭവിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ ഈ സ്പെഷ്യൽ പ്രശ്നത്തിന് പരിഹാരം നേടാൻ വേണ്ടി നമുക്ക് പറ്റും. അതൊരു കള്ളക്കേസുകൾ കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ രാഹുൽ അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. കള്ളക്കേസുകൾ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസുകളുടെ പർവ്യൂവിൽ വരുന്ന ഒരു കാര്യമാണ്. ഒരു ക്രിമിനൽ മാറ്ററിന് ഉള്ള ജുഡീഷ്യൽ ആയിട്ടുള്ള റെമഡി എന്ന് പറയുന്നത് ക്രിമിനൽ കേസ്, ഈ പറയുന്ന BNSSന്റെ അകത്തുള്ള റെമഡിയാണ്. ഭാരതീയ ന്യായ ഈ സുരക്ഷാ സംഹിത കൃത്യമായി ക്രിമിനൽ റെമഡീസ് കൊടുക്കുന്നുണ്ട്. ക്രിമിനൽ റെമഡീസ് പുരുഷന് കൃത്യമായി കൊടുക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് റാഷണൽ നെക്സസിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ലോ കൊണ്ടുവരുമ്പോൾ എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ രാഹുൽ പറഞ്ഞ രീതിയിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ അക്യൂസ്ഡ് എന്ന് മാത്രം വിളിക്കണം എന്ന് പറഞ്ഞ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു എതിരഭിപ്രായമില്ല. പക്ഷെ പുരുഷൻ ആസ് എ കാറ്റഗറി, ആസ് എ ക്ലാസ് സ്പെഷ്യൽ ആയിട്ട് അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ ആ സ്പെഷ്യൽ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഡിനുവിനോട് ഒരു ചോദ്യം. ഇവിടെ ദിലീപ് അടക്കം സിദ്ദിഖ് അടക്കം വിധിന്യായം വന്നില്ലല്ലോ. അവരെ കുറ്റവാളികളെന്ന് ബ്രാൻഡ് ചെയ്യുന്ന ഈ ഫെമിനിസ്റ്റുകളുടെ നിലപാടോട് യോജിപ്പുണ്ടോ? കുറ്റവാളികൾ എല്ലാ ഫെമിനിസ്റ്റുകളും വിളിക്കുന്നില്ല. കുറ്റാരോപിതരുടെ കാര്യത്തിൽ എനിക്ക് സംശയം. അങ്ങനെ അല്ലല്ലോ, ദിനു പറഞ്ഞതിന് മാന്യതയുണ്ട്. നേരത്തെ ദിവ്യയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം. ഒരു ഫെമിനിസ്റ്റും ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഒരു രീതിയിലുള്ള ന്യായീകരണത്തിന് വേണ്ടി പോയിട്ട് ഇരിക്കാറുള്ള എന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സംശയം രാഹുലിനോട് ചോദിക്കുകയാണ്. ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി മാത്രം ചോദിക്കുകയാണ്. രാഹുൽ എൻറോൾ ചെയ്യപ്പെട്ട ഒരു അഭിഭാഷകരാണ്. ദിനു, ഞാൻ എൻറോൾ ചെയ്യപ്പെട്ട LLB പഠിച്ച് AIB പാസ്സായ ഒരു വ്യക്തിയാണ്. ഡിനു എൻറോൾ ചെയ്തതാണ്. അപ്പം ഡിനു മനസ്സിലാക്കേണ്ടതേ, ഡിനുവിനെ കാട്ടി ഒരു ഇത്തിരി പോലും നിയമപരിജ്ഞാനം എനിക്ക് കൂടുതലാണ്. ഡിനുവിനെ കാട്ടി കുറച്ചുകൂടി മറക്കണ്ട. രണ്ട്, ഈ ഫെമിനിസ്റ്റുകൾ പറയുന്നത് പോലെ ഈ തീവ്ര ഫെമിനിസ്റ്റ് വാദം ഡിനുവിനും ചേരില്ല. വിരോധികളാണ്. നാളെ ഡിനുവിന് ഒരു പ്രശ്നം വന്നാൽ ഡിനുവിനെ തള്ളിപ്പറയും. നാളെ ഡിനുവിനെതിരെ ഒരു വ്യാജ പരാതി വന്നാൽ ഡിനുവിനെതിരെ ഒരു യാതൊരു ദാക്ഷിണ്യമുള്ള തള്ളിപ്പറയും. വിരോധമാണ് ഇവരെ നയിക്കുന്നത്. ഇവർക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ല. അവർക്ക് പുരുഷന്മാരോട് ബ്ലാങ്കറ്റ് ആയിട്ട് ഒരു കാറ്റഗറി രീതിയിൽ ഇത് തന്നെയാണ് ഇത്രയും നേരമായിട്ട് ഞാൻ പറയാൻ വളരെ സന്തോഷമുണ്ട്. ഒരു പ്യുവർ ആയിട്ടുള്ള പുരുഷൻ എന്നുള്ള നിലയിൽ ഒരു പുരുഷനായ എന്നെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ലോകത്തുള്ള ഇത്തരത്തിലുള്ള എല്ലാ പുരുഷന്മാരെയും ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അത് സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത് എന്നെ ഇന്റർസെക്ഷണൽ ഫെമിനിസം ആണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ, പ്യുവർ പുരുഷൻ എന്നുള്ള നിലയിൽ എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ളത് കുറച്ച് പറയാൻ വേണ്ടി പറ്റും. അവർ ശരിക്കും പുരുഷാച്ചിനെ വിളിക്കുന്നില്ല. അത് അവരുടെ